മറ്റു വാർത്തകളിലേക്ക് കൂടി തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 24 വയസ്സുള്ള നാവായിക്കുളം സ്വദേശിക്കാണ് രോഗം ബാധിച്ചത്. കണ്ണറവിള പേരൂർക്കട സ്വദേശികൾക്ക് പിന്നാലെയാണ് മൂന്നാമതൊരു സ്ഥലത്ത് രോഗബാധ സ്ഥിരീകരിക്കുന്നത്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് തിരുവനന്തപുരത്ത് മാത്രം ചികിത്സയിൽ കഴിയുന്നത് 8 പേരാണ്. ഷിജോ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണ്? ഈ രോഗം ബാധിച്ചത് ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? രേഷ്മ, ആരോഗ്യനിലയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ള വിവരമാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ഇതിലാദ്യം എടുത്തു പറയേണ്ടത് അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്കയുണ്ടാക്കുന്ന ഒരു അസുഖമാണ് എങ്കിൽ പോലും ഇപ്പോൾ ആരോഗ്യവകുപ്പിന് വലിയ ഒരു ആശ്വാസമുള്ള കാര്യമെന്ന് പറയുന്നത് ഈ രോഗത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ഇത് കണ്ടെത്താൻ കഴിയുന്നു, ഇത് തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന് വലിയ ആശ്വാസം നൽകുന്നത്. നിലവിൽ ഇപ്പോൾ ഈ രോഗം ബാധിച്ച് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തിരുവനന്തപുരത്ത് മാത്രം ചികിത്സയിൽ കഴിയുന്നത് 8 പേരാണ്. 7 പുരുഷന്മാരും ഒരു 24 വയസ്സുള്ള യുവതിയുമാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ രോഗം സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം നാവായിക്കുളം സ്വദേശിനിയായിട്ടുള്ള ഒരു 24 വയസ്സുകാരിക്കാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത് എന്നുള്ള വിവരമാണ് ആരോഗ്യവകുപ്പ് പങ്കുവെക്കുന്നത്. ഇവരുടെ രോഗ ഉറവിടം സംബന്ധിച്ച് ആരോഗ്യവകുപ്പിന് കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ വീടിന് സമീപത്തുള്ള ഒരു പുഴയിൽ കുളിച്ചതായിട്ടുള്ള വിവരം ഇവർ ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം ആരോഗ്യവകുപ്പ് ഈ നാവായിക്കുളത്തോട് തന്നെ ചേർന്നിട്ടുള്ള ഇവർ ഇറങ്ങി എന്ന് പറയുന്ന സ്ഥലത്തെ പ്രദേശത്തും ആ പുഴയിലുമൊക്കെ ബോധവൽക്കരണം നടത്തുകയാണ്. ആ പുഴ ഇപ്പോൾ ആരോഗ്യവകുപ്പ് സീൽ ചെയ്യുമെന്നൊക്കെയുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇവരുടെ ആരോഗ്യനിലയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. നിലവിൽ ഈ രോഗം സ്ഥിരീകരിച്ച് തിരുവനന്തപുരത്ത് മാത്രം ഇപ്പോൾ 8 പേർ ചികിത്സയിലുണ്ട്. കഴിഞ്ഞ മാസം 23 വയസ്സുകാരനായിട്ടുള്ള ഒരു യുവാവ് മരണപ്പെടുകയും ചെയ്തിരുന്നു. നിലവിൽ തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരു പേരൂർക്കട സ്വദേശിയായിട്ടുള്ള ഒരാൾ, അതുപോലെ നെയ്യാറ്റിങ്ങര സ്വദേശിയായിട്ടുള്ള 7 പേര്. അതിനുശേഷമാണ് ഇപ്പോൾ നാവായിക്കുളത്ത് ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷിജോ, ഇപ്പോൾ പുതിയ കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ രോഗ ഉറവിടം വ്യക്തമായിട്ടുണ്ടോ? രേഷ്മ, ഈ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തുക എന്ന് പറയുന്നത് അല്പം വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. കാരണം നിലവിൽ ചികിത്സയിലുള്ള 8 പേരിൽ 6 പേരുടെ രോഗ ഉറവിടം മാത്രമാണ് ആരോഗ്യവകുപ്പിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അവർ നെയ്യാറ്റിങ്കര കണ്ണറവിളയിലെ കുളത്തിൽ കുളിച്ച് യുവാക്കൾക്കാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. അതിലൊരാൾ മരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ചികിത്സയിലുള്ള 6 പേരുടെയും രോഗ ഉറവിടം കണ്ണറവിളയിലെ കുളമാണെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടുന്ന് വെള്ളം അടക്കമെടുത്ത് ആരോഗ്യ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ രോഗം സ്ഥിരീകരിച്ച പേരൂർക്കട സ്വദേശിക്ക് എവിടെ നിന്നാണ് ഈ രോഗം ബാധിച്ചത് എന്ന് കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടക്കുകയാണ്. പൊതുകുളത്തിൽ കുളിക്കാത്ത പേരൂർക്കട സ്വദേശിക്കാണ് ഈ കണ്ണറവിളിക്ക് ശേഷം രോഗം സ്ഥിരീകരിച്ചത്. അതിനും പിന്നാലെയാണ് ഇപ്പോൾ നാവായിക്കുളത്ത് ഒരു പെൺകുട്ടിക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചത്. ആ പെൺകുട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നാവായിക്കുളത്ത് വീടിനോട് തന്നെ ചേർന്നുള്ള ഒരു പുഴയിൽ കുളിക്കാൻ ഇറങ്ങി അവിടെ വെച്ച് കുളിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം മാത്രമാണ് ആരോഗ്യവകുപ്പിന് നൽകിയിരിക്കുന്ന വിവരം. അതേസമയം ഈ പെൺകുട്ടിക്ക് രോഗം എവിടെ നിന്നാണ് വന്നത് എന്ന് കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെയോടുകൂടി മാത്രമാണ് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. ഇവിടെ ഈ നാവായിക്കുളത്ത് ഇന്ന സ്ഥലത്ത് കുളിച്ചു എന്നുള്ള വിവരവും ഈ പെൺകുട്ടി പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ രോഗ ഉറവിടം എവിടെ നിന്നാണ് എന്ന് കണ്ടെത്താൻ ആരോഗ്യത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടിയുടെ മാത്രമല്ല, ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന 8 പേർ ചികിത്സയിൽ കഴിയുന്നതിൽ പേരൂർക്കട സ്വദേശിയുടെയും ഇപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ച നാവായിക്കുളത്തെ പെൺകുട്ടിയുടെയും രോഗ ഉറവിടം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. കണ്ണറവിളയിലെ രോഗ ഉറവിടം സംബന്ധിച്ച് മാത്രമാണ് ആരോഗ്യവകുപ്പിന് എന്തെങ്കിലും തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഒരു തവണ കണ്ണറവിളയിലെ കാവിൻകുളത്തിലെ കുളത്തിൽ വെള്ളമെടുത്ത് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ കൂടുതൽ പരിശോധനയ്ക്കായിട്ട് കഴിഞ്ഞ ദിവസം വീണ്ടും വെള്ളം ശേഖരിച്ചിരുന്നു. എന്തായാലും ഈ രോഗ ഉറവിടം കണ്ടെത്താൻ വേണ്ടിയുള്ള ഊർജിതമായിട്ടുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. രേഷ്മ.